ഇത് എന്ത് ജാമാണ് കിട്ടിയത്? കഴിച്ചു നോക്ക്. എന്തെങ്കിലും പറ്റുമോ തിന്നാല്? നീ ഉണ്ടാക്കിയത് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ? ഹലോ ഗായ്സ്, ഞാനെന്നുള്ളത് വയനാട്ടിലാണ്, എൻ്റെ നാട്ടിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത അതേ ആപ്പിൾ ചാമ്പ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാമ്പ ചോട്ടിൽ പോയിട്ട് ചാമ്പ കുലുക്കി പറിച്ച് പിന്നെ അത് പറക്കിയെടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനത് നന്നായിട്ട് വാഷ് ചെയ്യാൻ തുടങ്ങി. കുറേ ഉറുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഉറുമ്പുകളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടി ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അത് നേരെ അടുക്കളയിലേക്ക് എത്തിച്ചു. മഴയായതുകൊണ്ട് സ്ലിപ്പ് ആവാതിരിക്കാൻ മാക്സിമം നോക്കി. അതാണ് മുഖത്തെ സീരിയസ് ഭാവം. പിന്നെ ഞാൻ ആപ്പിൾ ചാമ്പ ഓരോന്നായി കട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്പിൾ ചാമ്പ കട്ട് ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു ഉരുളിക്കകത്ത് കയറ്റി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കലാണ്. ആദ്യം ഞാൻ ഇളക്കാൻ തുടങ്ങി, പിന്നെ മടുത്തപ്പോൾ ഇളക്കാനും തുടങ്ങി. പിന്നെ എൻ്റെ ഇളക്കലിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്താ അത്ര സൗണ്ട് എന്ന് ചോദിച്ച് പപ്പ വന്ന് എന്നെ കുറച്ചങ്ങ് ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരൻ വന്നപ്പോൾ ക്യാമറ ഉള്ള കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ ക്യാമറ കണ്ടപ്പോൾ ഒന്നും കൂടെ അതിലേക്ക് നോക്കി ഒരു കള്ള ചിരി അങ്ങ് പാസ്സാക്കിയിട്ട് കുറച്ച് ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ക്വാണ്ടിറ്റി എപ്പോഴും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഒരു 3 മുതൽ 4 നാരങ്ങ വരെയാണ് നമ്മളിതിൽ പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്യുന്നത്. നാരങ്ങ പിഴിയുമ്പോൾ കുരു വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും കുരു വീണു. പിന്നെ അടുത്ത ടാസ്ക്കാണ് കുരു പറക്കൽ. എൻ്റെ ഈ പറക്കൽ കണ്ടപ്പോഴത്തേക്കും മമ്മി വന്ന് ബാക്കി നാരങ്ങയും കൂടെ എനിക്ക് പിഴിഞ്ഞു തന്നു. വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വെക്കാം. പിന്നെ നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ദോശേൻ്റെ കൂടെയാണ് പപ്പയ്ക്ക് കൊണ്ടേ കൊടുക്കുന്നത്. പപ്പേൻ്റെ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ? ഇനി ഒരാഴ്ചത്തേക്ക് ഒന്നും വേണ്ട ഈ ഒരപ്പം തിന്നാൻ. നല്ല ടേസ്റ്റാ. നാളെ ഇതുപോലെ ഉണ്ടാക്കലേ. എന്നാ പിന്നെ ഇന്നിപ്പോ ഒരപ്പം കൊണ്ടുവന്ന് നാളെ അരയപ്പം കൊണ്ടുവന്നാ മതി. പിന്നെ ഞാനത് മമ്മിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. മമ്മീന്റെ റിയാക്ഷൻ കേട്ടാലോ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ ചാമ്പേൻ്റെ റെസിപ്പി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.